ബോസ് മലയാളം സീസൺ 6 ഫിനാലെ കഴിഞ്ഞതിന് പിന്നാലെ ജാസ്മിൻ ജാഫർ തന്റെ ആദ്യ വീഡിയോ പങ്കിട്ടത് തിരുവനന്തപുരത്തെ മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നില് വെച്ചായിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഒരു പോസ്റ്റ് പോലും താൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടില് പങ്കിടാതിരുന്നതിന് കാരണം അക്കൗണ്ട് തന്റെ കയ്യില് ഇല്ലാതിരുന്നതിനാലാണെന്നും താൻ അതെല്ലാം തിരിച്ചു പിടിക്കുകയാണെന്നുമാണ് ജാസ്മിൻ വ്യക്തമാക്കിയത്. എന്നാൽ അക്കൗണ്ടിൽ എന്ത് സംഭവിച്ചുവെന്നോ എന്തിന് പോലീസ് സ്റ്റേഷനിൽ പോയെന്നോ ജാസ്മിൻ പറഞ്ഞിരുന്നില്ല. ഇതോടെ ജാസ്മിന്റെ അക്കൗണ്ട് ജാസ്മിനുമായി വിവാഹം ഉറപ്പിച്ചിരുന്ന ജാസ്മിൻ ഗബ്രി ബന്ധത്തിന്റെ പേരില് ജാസ്മിനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായി അഫ്സല് വ്യക്തമാക്കിയിരുന്നു. അഫ്സല് അമീർ കൈക്കലാക്കിയെന്നു. ജാസ്മിനോടുള്ള വൈരാഗ്യത്തിന്റെ പേരില് അക്കൗണ്ടിന്റെ പാസ്വേഡും ഇമെയിൽ ഐഡിയുമെല്ലാം മാറ്റി എന്ന തരത്തിലും ചില യൂട്യൂബ് ചാനലുകള് വാർത്ത നൽകി. അക്കൗണ്ട് കിട്ടാനായി അഫ്സലിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചെന്നും ഒടുവില് കരഞ്ഞ് മെഴുകി അഫ്സല് അത് കൈമാറിയെന്ന തരത്തിലായിരുന്നു വാർത്തകള്. ഇപ്പോഴിതാ എന്താണ് സംഭവിച്ചതെന്ന് വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് അഫ്സലിന്റെ സുഹൃത്ത് കൂടിയായ വി ഹിയർ എന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരണം. പോലീസുകാർ അഫ്സലിനെ ഫോണില് വിളിക്കുകയായിരുന്നു. അല്ലാതെ അഫ്സല് പോലീസ് സ്റ്റേഷനില് പോയി കരഞ്ഞ് മെഴുകിയിട്ടൊന്നുമില്ല. അഫ്സല് എന്തിന് കരഞ്ഞ് മെഴുകണം? കൊലക്കുറ്റമോ മറ്റോ ചെയ്തോ? അവനെന്തിനാണ് ഒളിവില് പോകേണ്ടത്? മാർച്ച് 6 ഈ പറയുന്ന മത്സരാർത്ഥിയുടെ വീട്ടില് ഇരുവരും ഒരുമിച്ചിരുന്നാണ് പാസ്വേഡ് അടക്കമുള്ളവ മാറ്റിയത്. മാർച്ച് 6 ചാറ്റ് എടുത്ത് നോക്കിയാല് അതിനകത്ത് തന്നെ ആ പാസ്വേഡ് ഒക്കെ കിടപ്പുണ്ട്. മെയിൽ ഐഡി ഒന്നും മാറ്റിയിട്ടില്ല. പോലീസ് അഫ്സലിനെ വിളിച്ചപ്പോൾ അവൻ ജോലി തിരക്കിലായതിനാല് ഫോൺ എടുത്തില്ല. അതിനുശേഷം പോലീസുകാർ അഫ്സലിന്റെ ഉമ്മയുടെ നമ്പറിലേക്ക് വിളിച്ചു. അവർ വിവരം പറഞ്ഞപ്പോൾ അഫ്സല് പോലീസിനെ തിരിച്ചു വിളിക്കുകയായിരുന്നു. പോലീസുകാർ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്തതാണ് എന്നാണ്. വി പറഞ്ഞു. അഫ്സലിനെതിരെ വീഡിയോ പങ്കുവെച്ച RJ ആന്റപ്പൻ എന്നയാളെ താനും അഫ്സലും ചേർന്ന് ബന്ധപ്പെട്ടെന്നും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആന്റപ്പൻ ക്ഷമ ചോദിച്ചെന്നും വി പറഞ്ഞു. ആന്റപ്പന്റെ പുതിയ വീഡിയോയും വി പങ്കുവെച്ചു. തനിക്ക് സത്യം ബോധ്യപ്പെട്ടെന്നാണ് ആന്റപ്പൻ പറഞ്ഞത്. അഫ്സലിനെ ജാസ്മിൻ പലതവണ വിളിച്ചിരുന്നു. പക്ഷെ അഫ്സല് ഫോൺ എടുത്തില്ല. തുടർന്ന് അടുത്ത ദിവസം ജാസ്മിനും ദിയസനയും മറ്റൊരു സുഹൃത്തും കുടുംബവും ചേർന്ന് മ്യൂസിയം പോലീസില് പോയി പരാതി നൽകുകയായിരുന്നു. അഫ്സല് പോലീസിനോട് സംസാരിച്ചത് തന്നെ കേൾപ്പിച്ചിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്യുകയൊന്നും ചെയ്തിട്ടില്ല. പകരം രണ്ടു കൂട്ടരും ചേർന്ന് ഒത്തുതീർത്തു. അഫ്സല് കരയുകയോ മെഴുകുകയോ ചെയ്തിട്ടില്ല. ഫോണിലൂടെ സംസാരിക്കുക മാത്രമാണ് ചെയ്തത്, ആന്റപ്പൻ പറഞ്ഞു. അതേസമയം വിവിയുടെ വീഡിയോയ്ക്ക് താഴെ ജാസ്മിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. യഥാർത്ഥത്തില് ജാസ്മിനെതിരെ അഫ്സലാണ് കേസ് കൊടുക്കേണ്ടതെന്നും വിവാഹ വാഗ്ദാനം നൽകി ജാസ്മിൻ അഫ്സലിനെ ചതിച്ചുവെന്നുമാണ് ചിലർ കുറിച്ചിരിക്കുന്നത്. പുറത്തിറങ്ങിയതിനു ശേഷം ജാസ്മിൻ മാനിപ്പുലേഷൻ ആരംഭിച്ചുവെന്നും മാനിപ്പുലേറ്റ് ചെയ്യാൻ ജാസ്മിൻ മിടുക്കിയാണെന്നുമാണ് മറ്റ് ചില കമന്റുകള്. ജാസ്മിൻ അഫ്സല് വിഷയത്തില് അഫ്സലായിരുന്നു ശരിയെന്നും ചിലർ കുറിക്കുന്നുണ്ട്.